ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർ കെ ക്ലാസ്സസ്. മക്കളെ 24-ാം തീയതി ട്രയൽ അലോട്ട്മെന്റ് വരാണ്. നമ്മൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയണം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അലോട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചാനലിൽ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ 24-ാം തീയതി ട്രയൽ അലോട്ട്മെന്റ് വന്നാൽ മക്കൾ മനസ്സിലാക്കേണ്ടത് ഇത് ട്രയൽ മാത്രമാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ചെക്കിംഗ് മാത്രമാണ് ട്രയൽ അലോട്ട്മെന്റ്. ഇത് വെച്ച് നമ്മൾ +1 അഡ്മിഷൻ ഉറപ്പിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ്. അല്ലാതെ ട്രയൽ അലോട്ട്മെന്റ് വെച്ച് എനിക്ക് +1 അഡ്മിഷൻ കിട്ടി എന്ന് പറയരുത്. ഓക്കെ, 2 ദിവസമാണ്. 24-ാം തീയതി രാവിലെ വന്നാൽ 25-ാം തീയതി വൈകിട്ട് വരെയാണ് ട്രയൽ അലോട്ട്മെന്റ് നടക്കുക. അതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ 25-ാം തീയതി വൈകിട്ട് വരെ ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സ്കൂൾ കോഡോ സബ്ജക്ട് കോഡോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 25-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ളിൽ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള, ഗൂഗിൾ പോവുക, hscap.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി VHSCക്കാരാണെങ്കിൽ vhscap.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ കാണാൻ പറ്റും. കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യൂസർ നെയിം, പാസ്വേഡ്, ഡിസ്ട്രിക്ട്, അങ്ങനെ 3 കാണാൻ പറ്റും. യൂസർ നെയിം, പാസ്വേഡ്, ഡിസ്ട്രിക്ട്. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളൊരു പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ, ആ ആപ്ലിക്കേഷൻ ഫോമിന് മുകളിൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, അതായിരിക്കും നിങ്ങളുടെ യൂസർ നെയിം. ഇനി പാസ്വേഡ്, നിങ്ങൾ ആ സമയത്ത് പാസ്വേഡ് ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരു പാസ്വേഡ് ഉണ്ടാവും, ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. ഇനി മക്കളോട് അഥവാ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നൊരു ലിങ്ക് അവിടെ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP വെച്ച് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നിങ്ങളുടെ പാസ്വേഡ് അതായിരിക്കും, മറന്നു പോകരുത്. ഓക്കെ, അങ്ങനെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് കിട്ടുന്ന ഡിസ്ട്രിക്റ്റ് ആണ്. നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് അപ്ലൈ ചെയ്തെന്ന് അടിക്കുക. ഏത് ഡിസ്ട്രിക്റ്റിലാണ്, ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുക, നിങ്ങളെ പേജിലേക്ക് വരും. ഓക്കെ, നിങ്ങളെ പേജിൽ നിങ്ങൾക്ക് ഒരു എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് ഉണ്ടാവും, കൺഗ്രാജുലേഷൻ യു ഗോട്ട് എന്ത് ചെയ്യുക ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ കിട്ടി എന്നുള്ള ഒരു മെസ്സേജ് അവിടെ വരും. ഓക്കെ, നിങ്ങളെ പേജിലേക്ക് വന്നാൽ പിന്നീട് ഇനി നിങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ വരും, സോറി എന്ത് ചെയ്യുക, നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റിൽ എലിജിബിൾ അല്ല എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾ വരിക. ഓക്കെ, ഇനി ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയവർക്ക് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് താഴെയായിട്ട് ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് ലിങ്ക് ഉണ്ട്. ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് ലിങ്ക് എന്ന് കാണാം അതിന് താഴെയായിട്ട്. അപ്പോൾ അതിലേക്ക് ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പേജ് വരും. ആ പേജിൽ അലോട്ട്മെന്റ് ലെറ്റർ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് സബ്ജക്ട് കോമ്പിനേഷനിലാണ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ എന്തുണ്ടാവും, ആ അലോട്ട്മെന്റ് ലെറ്ററിൽ ഉണ്ടാവും. വേണമെങ്കിൽ അത് പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. പക്ഷേ നമുക്ക് ഓർമ്മിക്കുക, ട്രയൽ അലോട്ട്മെന്റ് ഒരു സോഫ്റ്റ്വെയർ ചെക്കിംഗ്, ഞാൻ വീണ്ടും പറയാണ്, സോഫ്റ്റ്വെയർ ചെക്കിംഗ് മാത്രമാണ്. ഇത് വെച്ച് നിങ്ങൾ എന്ത് ഉറപ്പിക്കരുത്, സ്കൂൾ ഉറപ്പിക്കരുത്, ഈ സബ്ജക്ട് കോമ്പിനേഷൻ ഉറപ്പിക്കരുത്. ഇനിയും മാറാൻ സാധ്യതയുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.